നമസ്കാരം. CPM സംസ്ഥാന നേതൃത്വത്തിന് ആലപ്പുഴ വീണ്ടും ഒരു വലിയ തലവേദനയും കീറാമുട്ടിയുമായി മാറിയിരിക്കുകയാണ്. വിഭാഗീയത ഏറ്റവും കൂടുതൽ രൂക്ഷമായി തകർത്താടുന്ന ഒരു ജില്ലയാണ് ആലപ്പുഴ. പാർട്ടിയുടെ വലിയ വീര്യമുള്ള ഒരു ജില്ല കൂടിയാണ്. ബിസിനസ് തർക്കത്തെ തുടർന്ന് തോക്ക് ചൂണ്ടി ഭീഷണിപ്പെടുത്തുകയും അക്രമം കാട്ടുകയും ചെയ്ത കേസ് ഒതുക്കാൻ ഇടപെട്ടതിനെ ചൊല്ലി ജില്ലയിലെ CPMൽ പുതിയ വിവാദമായി. ജില്ലാ സെക്രട്ടറി ആർ നാസറിൻ്റെ വിശ്വസ്ത പങ്കാളിയായ ഏരിയ സെക്രട്ടറിക്കെതിരെയാണ് കേസിലെ പ്രതിയെ സംരക്ഷിച്ചെന്ന ആക്ഷേപം ഉയർന്നിരിക്കുന്നത്. സംശയ നിഴലിലായതോടെ ഏരിയ സെക്രട്ടറിയെ പോലീസ് ചോദ്യം ചെയ്തേക്കുമെന്നാണ് സൂചന. കേസിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട പ്രതിയെയും പരാതിക്കാരനെയും നേതാവ് ഫോണിൽ ബന്ധപ്പെട്ടതിൻ്റെ തെളിവ് പോലീസിന് ലഭിച്ചിട്ടുണ്ട്. എന്നാൽ രാഷ്ട്രീയ വിവാദമായി പരിണമിക്കാൻ സാധ്യതയുള്ളതിനാൽ ഏരിയ സെക്രട്ടറിയെ രക്ഷിച്ചെടുക്കാനുള്ള ഇടപെടൽ ഇപ്പോഴും തകൃതിയായി നടക്കുന്നുണ്ട്. എന്നാൽ ഏരിയ സെക്രട്ടറിക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് CPM സംസ്ഥാന സെക്രട്ടറിക്ക് നിരവധി പരാതികൾ പോയിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് പ്രവർത്തനവുമായി ബന്ധപ്പെട്ടും ഈ ഏരിയ സെക്രട്ടറിക്കെതിരെ ആക്ഷേപങ്ങൾ ഉള്ളതിനാൽ ഫലപ്രഖ്യാപനത്തിന് ശേഷം നീക്കം ശക്തിപ്പെടാനാണ് സാധ്യത. ലോക്സഭാ സ്ഥാനാർത്ഥി ആരിഫിന് വേണ്ടി സജീവമായി പ്രവർത്തിച്ചില്ല എന്നതാണ് തെരഞ്ഞെടുപ്പ് പ്രവർത്തനവുമായി ബന്ധപ്പെട്ട ആക്ഷേപം. ഇത് സ്ഥാനാർത്ഥിയുടെ മുന്നിലും എത്തിയിട്ടുണ്ട്. സ്ഥാനാർത്ഥി ആരിഫ് ഏരിയ സെക്രട്ടറിക്കെതിരെ പരാതി നൽകിയേക്കുമെന്നാണ് സൂചന. ഈ മാസം 11-ന് കണിച്ചുകുളങ്ങര ജംഗ്ഷനിൽ വെച്ച് കണ്ണൂർ സ്വദേശി അഭിഷേകിനെ തോക്ക് ചൂണ്ടി ഭീഷണിപ്പെടുത്തുകയും കാർ അടിച്ചു തകർക്കുകയും ചെയ്ത സംഭവമാണ് ജില്ലയിലെ CPMൽ പുതിയ വിവാദമായിരിക്കുന്നത്. ദേശീയപാതയുമായി ബന്ധപ്പെട്ട ജോലികളുടെ പ്രവർത്തികൾ ഏറ്റെടുക്കുന്ന കരാറുകാരനാണ് ആക്രമണത്തിനിരയായ അഭിഷേകുമായി ബിസിനസ് പങ്കാളിത്തം ഉണ്ടായിരുന്ന അനൂപാണ് തോക്ക് ചൂണ്ടി ആക്രമണം നടത്തിയത്. സംഭവത്തിന് തൊട്ടുപിന്നാലെ തന്നെ അഭിഷേക് മാരാരിക്കുളം പോലീസിൽ പരാതി അറിയിച്ചു. മാരാരിക്കുളം പോലീസ് നടപടിയെടുക്കാൻ കൂട്ടാക്കിയില്ല. പ്രതി അനൂപാണെന്നറിഞ്ഞപ്പോൾ എങ്ങനെയെങ്കിലും കേസ് ഒഴിവാക്കി പൊയ്ക്കോളൂ എന്നായിരുന്നു പോലീസ് നൽകിയ മറുപടി. ആലപ്പുഴയിലെ പോലീസിൽ നിന്ന് നടപടി ഉണ്ടാകാതെ വന്നതോടെ അഭിഷേക് മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഉന്നതനെ സമീപിച്ചു. പരാതി സ്വീകരിച്ച മുഖ്യമന്ത്രിയുടെ ഓഫീസ് കർശന നടപടിക്ക് ആലപ്പുഴ ജില്ലാ പോലീസ് മേധാവിക്ക് നിർദ്ദേശം നൽകി. തുടർന്ന് ജില്ലാ പോലീസ് മേധാവി ചൈത്ര തെരേസ ജോൺ മാരാരിക്കുളം പോലീസ് സ്റ്റേഷനിൽ നേരിട്ടെത്തി വിവരങ്ങൾ ശേഖരിച്ചു. കേസന്വേഷണത്തിൽ വീഴ്ച വരുത്തിയ സാഹചര്യത്തിൽ അന്വേഷണ ചുമതല ജില്ലാ പോലീസ് മേധാവി ഇടപെട്ട് പട്ടണക്കാട് പോലീസിന് കൈമാറി. അങ്ങനെയാണ് സംഭവം നടന്ന് 2 ആഴ്ചയ്ക്ക് ശേഷം പ്രതി അനൂപിനെ അറസ്റ്റ് ചെയ്യുന്നത്. അനൂപിൻ്റെ അറസ്റ്റിന് ശേഷം അന്വേഷണം ഏരിയ സെക്രട്ടറിയിലേക്ക് സ്വാഭാവികമായി എത്തേണ്ടതാണെങ്കിൽ ഇതുവരെ ആ ദിശയിൽ ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല. പോലീസിന്മേലുള്ള രാഷ്ട്രീയ സമ്മർദ്ദമാണ് ഇതിന് കാരണമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനം വന്ന ശേഷം ഏരിയ സെക്രട്ടറിക്കെതിരായ പരാതികൾ CPM നേതൃത്വം പരിഗണിച്ചേക്കും.